Good morning, friends. First of all, I thank winning team for giving me an opportunity to address you. Okay? നമ്മൾ ഈ വെൽനസ് പറയുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ ബിസിനസ്, അതിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് പ്രോഡക്ട്സും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ പ്രോഡക്ട്സിനെ കുറിച്ചും അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിന്നിംഗ് ടീമിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കാനുള്ളതുകൊണ്ട് ഒരു വീഡിയോയുടെ സെഷന്റെ പകുതി ഭാഗം വെൽനസും പകുതി ഭാഗം വെസ്റ്റീജ് മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പ്രതിപാദിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പ്രോഗ്രാം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെൽനസ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ലളിതമായിട്ട് പറഞ്ഞ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ വെച്ചാൽ രോഗമില്ലാത്തൊരവസ്ഥ എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ വെൽനസിനുള്ള ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല. So many dimensions are there to explain wellness. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ നമുക്കിവിടെ കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ, ഒന്ന്, വെൽനസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. നമ്പർ 2, എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണ്. ഈ രണ്ട് മെസ്സേജാണ് നമുക്ക് സമൂഹത്തിനോട് കൊടുക്കാനുള്ള മെസ്സേജ്. ഈ മെസ്സേജ് ഞാൻ കൊടുക്കുമ്പോൾ വെൽനസിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ജ്ഞാനം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ വെൽനസ് പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ ഗുണത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വെൽനസ് എന്ന് പറയുമ്പോൾ തന്നെ ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടാണ്. ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ സർവീസ് അങ്ങനെയല്ലേ? യഥാർത്ഥത്തിൽ ഹെൽത്ത് കെയർ സർവീസ് അല്ല അത് സിക്ക് കെയർ സർവീസാണ്. ശരിക്കും പറഞ്ഞാൽ സിക്ക്നെസ് ഇൻഡസ്ട്രിയാണ്. നമ്മളെ രോഗം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരെയോ പാരാമെഡിക്കൽസിനെയൊക്കെ സമീപിക്കുന്നു, അല്ലെ ആയുർവേദ ഡോക്ടർമാരെ കാണുന്നു, ആരെങ്കിലും കാണുന്നു, അവർ ചികിത്സിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരും മെഡിക്കൽ കോളേജും ആശുപത്രികളും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും പിന്നെ ഫാർമക്കോളജി ഫാർമസിയും ഇതൊക്കെയാണ് അതിന്റെ ആദ്യം നമ്മുടെ ചിത്രത്തിൽ വരുന്നത്. പക്ഷെ വെൽനസ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിന്റെ ക്യാപ്ഷൻ വരേണ്ടിയിരുന്നത് സിക്നെസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഡോക്ടറുണ്ട്. എന്റെ പേരാണ് ഇമ്മ്യൂൺ പവർ എന്ന് പറയും, രോഗപ്രതിരോധ ശക്തി. ഏത് രോഗത്തിനായാലും ശരി, ഏത് ചികിത്സാ സമ്പ്രദായത്തിലായാലും കൂടി ശരി, ആ രോഗത്തിന് ശമനം കിട്ടണമെങ്കിൽ, പൂർണ്ണ ശമനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ രോഗപ്രതിരോധ ശക്തി ഇല്ലെങ്കിൽ അത് ലഭ്യമല്ല. മരുന്നിൽ നിന്ന് മാത്രം അത് ലഭിക്കൂല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് വെച്ചാൽ അവനവന്റെ ആരോഗ്യം അവനവന്റെ കൈകളിലാണ് എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണ്. പലപ്പോഴും നമ്മൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യരോഗികളായി തീർന്നുകൊണ്ട് ജീവിതത്തിലെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ഒരു ശാപമായി തീരുന്ന ഒരവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാറില്ല.
എന്താ ഉത്തരവാദിത്വം? ഇവിടെ പല വിധത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്, നിരവധി ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിലും ഒരുപാട് ഗുണങ്ങളുണ്ട് മനുഷ്യരാശിക്ക്, ഒരുപാട് ദോഷങ്ങളുമുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ആ ചികിത്സാ സമ്പ്രദായത്തിലുള്ള ഗുണവശങ്ങളെ സ്വീകരിക്കുകയും ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ചില ചികിത്സാ സമ്പ്രദായത്തിൽ പോയാൽ നിത്യരോഗികളായിട്ട് മാറുന്നൊരു സമ്പ്രദായമുണ്ട്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഇല്ലേ? അത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം നമുക്ക് വേണം. അപ്പോൾ അവിടെ ആ ചികിത്സാ സമ്പ്രദായങ്ങളിലേക്കുള്ള നല്ല വശങ്ങൾ സ്വീകരിക്കുകയും നമുക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെ തള്ളിക്കളയാനുള്ള വിവേകവും അത് അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മളിലുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് പലരും നിത്യരോഗികളായി ഈ ജീവിതം മുഴുവൻ ദുഃഖഭാരമായിട്ട് കഴിഞ്ഞുകൂടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇതിന് മാറ്റം വരണം. എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണെന്ന് പറയുമ്പോൾ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരാൾക്ക് ആരോഗ്യം എന്റെ കൈകളിലല്ല, വല്ലവരുടെ കൈകളിലായിരിക്കും. അപ്പൊ ഇത് തിരിച്ചറിയണം. നിലവിലുള്ള ഒരുപാട് സമ്പ്രദായങ്ങളിൽ, ആ സമ്പ്രദായങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുള്ള സമ്പ്രദായങ്ങളുണ്ട്. മനുഷ്യരാശിക്ക് ഗുണമുള്ള ദോഷങ്ങളുള്ളതുണ്ടല്ലോ. ആ ദോഷങ്ങളെ മാറ്റി നിർത്താനുള്ള വിവേകം അല്ല ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് വരുന്ന ഒരു തകരാറെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഉൽപ്പന്നത്തെ കുറിച്ച് പറഞ്ഞാലും ശരി, ഏത് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞാലും ശരി, സയൻസ് എന്നൊരു വാക്ക് പറയുമ്പോൾ നമ്മളൊക്കെ ഊർജ്ജസ്വലരാകും. സയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒക്കെ ആണെന്നുള്ളതാണ് സയൻസിൽ. സയന്റിഫിക് ആണെന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ എന്നുള്ളതാണ്, എല്ലാം റെഡിയായി എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് അതിന് ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കാണുന്നത് സയൻസിൽ ഒരുപാട്, സയൻസിന്റെ പേരും പറഞ്ഞ് ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും സംഭവിക്കും. നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, പിന്നോട്ട് നോക്കി ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ആറ്റം കണ്ടുപിടിച്ചു. ആറ്റത്തിന്റെ രൂപത്തിനെ കുറിച്ച് പറഞ്ഞു ആദ്യം ജെ തോംസൺ എന്നൊരു സയന്റിസ്റ്റാണ് പറയുന്നത്. ആറ്റം ഈസ് പാർട്ടിക്കിൾ. അത് 1900 ആണ് അത് സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. 35 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ JT തോംസൺ, ഒരു സയന്റിസ്റ്റാണ്, ഫിസിസ്റ്റാണ് അദ്ദേഹം പറയുന്നു ആറ്റം ഈസ് നോട്ട് പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് വേവ്സ്, തരംഗങ്ങളാണെന്നാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വെർണർ ഹഡ്സൺബർഗ് പറയുന്നത് ദർ ഇസ് അൺസർട്ടനിറ്റി, ദർ ഇസ് ഒരു രൂപമില്ല അതിന്. ആ നിമിഷം കൊണ്ട് അതിന്റെ രൂപം മാറിക്കോളും. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പൊ ജെ തോമസൺ പഠിപ്പിച്ചത് പാർട്ടിക്കിൾ ആണെന്ന് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് പ്രൊഫസർമാർ, ഒരുപാട് പ്രിൻസിപ്പൾമാർ, ഒരുപാട് ബുക്കുകൾ എല്ലാം നമ്മളെ പഠിപ്പിച്ചത് ആറ്റം ഈസ് പാർട്ടിക്കിൾ എന്നാണ്. 35 വർഷം വരെ നമ്മളത് പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം JT തോമസൺ വന്നത് പറഞ്ഞത് വേവ്സ് ആണെന്ന്. അതിനുശേഷം ബുക്കുകളൊക്കെ മാറ്റി എഴുതി പഠിപ്പിക്കുന്നവർ വീണ്ടും തന്നെ തിരുത്തി പറഞ്ഞു വേവ്സ്, ആറ്റം ഈസ് വേവ്സ്. എത്രയോ വർഷങ്ങൾ അത് പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വന്നതാണ് വെർണർ ഹഡ്സൺബർഗിന്റെ തിയറി. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, രൂപമില്ല ആറ്റത്തിന്. ഇന്നും ആരും അതിനെ കണ്ടിട്ടില്ല ശരിക്കും. അപ്പൊ ഈ മാറി വരുന്നതാണ് സയൻസ്. ഒരു ഘട്ടത്തിലാണ് വരുമ്പോഴാണ് നമ്മളത് വിശ്വസിച്ചുകൊണ്ട്, അതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അതിനെ അനുകരിച്ചുകൊണ്ട് പല പ്രബന്ധങ്ങളും പല തിയറികളും പഠിപ്പിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ടോളമി എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കോപ്പർനിക്കസ് വന്നിട്ട് പറയുന്നത്
സൂര്യനല്ല ഭൂമിയെ ചുറ്റുന്നത്, ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത്. അതുവരെ ഈ സമൂഹം മുഴുവൻ വിശ്വസിച്ചെന്താണ്? മുഴുവൻ വിശ്വസിച്ചത് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗാലൻ എന്ന ഒരു മെഡിക്കൽ സയന്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു, ലിവർ പമ്പ്സ് ദ ബ്ലഡ്. ലിവറാണ് രക്തം പമ്പ് ചെയ്യുന്നത് ശരീരത്തിൽ. 75 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള അദ്ദേഹം പറയുന്നത്, ഇല്ല, ഹാർട്ട് പമ്പ്സ് ദ ബ്ലഡ് എന്ന്. അപ്പൊ ഈ കാലഘട്ടം മുഴുവൻ പഠിപ്പിച്ചതും പ്രൊഫസർമാർ കുട്ടികളെ പഠിപ്പിച്ചതും കുട്ടികൾ പഠിച്ചതും ബുക്കുകൾ എഴുതിയതും പല മെഡിക്കൽ കോളേജിലും അവിടെ പഠിപ്പിച്ചെന്താ? ലിവർ പമ്പ്സ് ദ ബ്ലഡ്. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞ ഇതിന് എല്ലാം 100% ശരിയാണെന്ന് ഒരു അന്ധമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. വാട്ട് എവർ ദ തിങ്സ് ഇഫ് ഇറ്റ് ഈസ് സയന്റിഫിക്, ഓക്കെ സയന്റിഫിക്. ഇവിടെയാണ് ലേറ്റസ്റ്റ് ഫിസിക്സ് തിയറി പറയുന്നത്, ഫിസിക്സ് പറയുന്നത്, there is no matter at all. Everything is energy. Matter and energy, two sides of a coin. എല്ലാം ഊർജമാണെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഊർജമാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ഊർജ ശക്തികളാണ്. അതിലൊന്നും കൂടി അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്ന ഊർജമാണെന്ന്. അതുവരെ സയൻസ് ഈശ്വരനില്ല അല്ലെങ്കിൽ ആ ശക്തി ഇല്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു. ആ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞത് ഊർജമാണ്. അതിനെ തന്നെയാണ് എല്ലാവരും ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്നതെന്ന്. അപ്പൊ എല്ലാം ഊർജമാണെന്നാണ് ഇപ്പൊ സയൻസ് പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ ശരിയാവും? പല ശാസ്ത്രജ്ഞന്മാരും അതിനെ എതിർത്തു, എസ്പെഷ്യലി മെഡിക്കൽ സയൻസിൽ. മെഡിക്കൽ സയൻസിന്റെ സ്ഥിതിയൊന്നും പറയണ്ട. മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വന്ന അപജയം കൊണ്ടാണ് ഇന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യനും നിത്യരോഗികളായിത്തീരുന്നതും അതുമാതിരി തന്നെ വാണിജ്യവൽക്കരിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആശ്വാസവും ലഭിക്കാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന സമ്പ്രദായങ്ങൾ, ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. ഇവിടെ എവറിത്തിങ് ഈസ് എനർജി എന്ന് പറയുമ്പോൾ പല ശാസ്ത്രലോകവും ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. 2 സയന്റിസ്റ്റ്, ഭാര്യയും ഭർത്താവും പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. ശാസ്ത്രലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ അവരെ അറിയാം. അവർക്ക് ആകെ ഒരു മകൻ, 19 വയസ്സുള്ള മകന് ഒരു പ്രത്യേക രോഗം പിടിപെട്ടു. അവന്റെ ഓരോ അവയവങ്ങളുടെയും ശേഷി കുറഞ്ഞു വരുന്നു. മസിലിന്റെ പവർ കുറഞ്ഞു വരുന്നു. കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. ബ്രെയിൻ അതിന്റെ ഫങ്ഷനിങ് ലോ ആയിട്ട് വരുന്നു. താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവര് ശാസ്ത്രജ്ഞന്മാരാണ്, 2 പേരും ശാസ്ത്രജ്ഞന്മാരാണ്. അവർ ഈ മകനെയും കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ചികിത്സകൾ, പ്രശസ്തരായിട്ടുള്ള ചികിത്സകരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവരെ പരിശോധിച്ചു. എല്ലായിടത്തും പരിശോധിച്ചു. പല രാജ്യങ്ങളിലായിട്ട്, ജർമ്മനിയിലും ഹോളണ്ടിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പോയി വന്നു. അവിടെയൊക്കെ വിധി എഴുതി, നിങ്ങളുടെ മകൻ ഡേ ബൈ ഡേ അവനുള്ള ഊർജ ശക്തി കുറഞ്ഞു വരും. അവന്റെ ബ്രെയിൻ പവർ കുറയും. അവന്റെ മസിൽസിന്റെ പവർ കുറയും. അവൻ പതുക്കെ നിർജീവമാവും. കുറച്ച് കഴിയുമ്പോൾ മരിക്കും. ഇതിന് മരുന്നില്ല. അവർ മകനെ തിരിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ തന്നെയാണ് അത്യാവശ്യം വേണ്ട പാലിയേറ്റീവ് കെയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവരൊരു സുഹൃത്ത് അവിടെ ചായ കുടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ വന്നു. ഒരു വൈകുന്നേരം ഒരു വിസിറ്റ് നടത്താൻ വേണ്ടി വന്നു.
അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനോ അല്ലെ ശാസ്ത്രജ്ഞനോ അല്ല. ഈസ് ഓൺലി എ ഫാർമർ. അദ്ദേഹം ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ മകന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാരായ അച്ഛനും അമ്മയും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഈ ഫാർമർ എന്ന് പറയുന്ന ഈ സുഹൃത്ത്, അയൽവാസിയായിട്ടുള്ള സുഹൃത്ത് പറഞ്ഞു, എനിക്കൊരു ചെറിയ ഉപദേശം നിങ്ങളോട് പറയാനുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾ മകനോട് പറയുക, 1 മണിക്കൂർ നിത്യവും നിങ്ങളുടെ പൂന്തോട്ടത്തിലുള്ള ഏതെങ്കിലും മരത്തിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുക എന്നാണ്, കെട്ടിപ്പിടിച്ച് നിൽക്കുക. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവുന്നു. സത്യം പറഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളില് ചിരിച്ചു എന്നുള്ളത് ഭയങ്കരമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രലോകത്തുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയും ഡോക്ടർമാരെയും പരിശോധിച്ച് അവരുടെ വിധി എഴുതിയ ഈ കേസിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകൻ വന്ന് പറയുന്നു, നിങ്ങളുടെ മകൻ നിത്യവും ഒരു മരത്തെ കെട്ടിപ്പിടിച്ച് നിന്നാൽ അവന് രോഗത്തിന് ശമനമുണ്ടാകും എന്ന് പറയുമ്പോൾ ആരായാലും പുറമേ ചിരിച്ചില്ലെങ്കിൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കും. അത്രേ അവര് ചിരിച്ചിട്ടുള്ളൂ. ഇയാൾ കാപ്പ് കുടിച്ച് തിരിച്ചുപോയി. പക്ഷെ ഈ മകൻ കിടന്ന മുറിയുടെ വാതിൽ പൂർണ്ണമായിട്ട് അടച്ചിരുന്നില്ല. ഈ കർഷകൻ പറഞ്ഞ കാര്യം ആ മകൻ ബെഡിൽ കിടന്നുകൊണ്ട് കേൾക്കുകയായിരുന്നില്ല. പിറ്റേ ദിവസം ഏതായാലും അവന്റെ ചിന്തിച്ചു, ഞാനേതായാലും മരിക്കാൻ പോകണം ഇവിടെ കിടന്നിട്ട്. ഏതൊരു മനുഷ്യൻ വന്നൊരു ഒരു കാര്യം പറഞ്ഞു എന്തുകൊണ്ടൊന്ന് പരീക്ഷിച്ചൂടാന്ന്. അവനപ്പം നടക്കണമെങ്കിൽ തന്നെ വളരെ പ്രയാസമൊക്കെ ഉണ്ട്. ഇവൻ പിറ്റേ ദിവസം രാവിലെ 4 മണി മുതൽ 4 മണിക്ക് തന്നെ വെളുപ്പിന് എണീച്ച് അവനവന്റെ പൂന്തോട്ടത്തിൽ പോയി. നല്ല സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല കാലമായിരുന്നു. അവനൊരു മരത്തിനെ അവൻ അവിടുന്ന് തെരഞ്ഞെടുത്തു. ആ മരത്തിൽ കെട്ടിപ്പിടിച്ച് അവൻ 1 മണിക്കൂർ നിൽക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. അവനിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എന്റെ കൈയും വിരലുകളൊക്കെ അനങ്ങാൻ തുടങ്ങി. അവന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണം അവൻ തനിയെ ഭക്ഷിക്കാൻ തയ്യാറായി. പരസഹായം ഇല്ലാണ്ട് നടക്കാൻ തയ്യാറായി. അവനിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. 1 മാസം കഴിയുമ്പോഴാണ് ഇവനിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള അച്ഛനും അമ്മയും ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ ഇവനിൽ എങ്ങനെ ഈ മാറ്റം വന്നു എന്ന് അവര് ചർച്ച തുടങ്ങി രാത്രി. എങ്ങനെ ഇവനിൽ ഈ മാറ്റം വന്നു? ഏതായാലും അതിനെക്കുറിച്ചൊന്ന് അറിയണം ഉദ്ദേശിച്ചു. ഒരു ദിവസം വെളുപ്പിന് അവരെണീച്ചിരിക്കുമ്പോൾ മകൻ 4 മണിയായപ്പോൾ വാതിൽ തുറന്ന് പൂന്തോട്ടത്തിൽ പോകുന്നു. ഒരു മരത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ അവനോട് ചോദിച്ചു, നീ എത്ര നാളായി ഇത് ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ 1 മാസം കഴിഞ്ഞു, എനിക്ക് അതിൽ വലിയ മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഊർജ്ജമില്ലേ എന്ന് അവൻ ചോദിച്ചു തുടങ്ങി. എന്തിനധികം പറയുന്നു, ഒരു 90 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ ആരോഗ്യം ഇവന് വീണ്ടും കിട്ടി. ഇവൻ ആരോഗ്യവാനായി തുടങ്ങി. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവൻ ആവശ്യമുള്ള ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു മേടിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ പകലും പൂന്തോട്ടത്തിൽ നടക്കാൻ തയ്യാറായി. അവൻ പൂർണ്ണ ആരോഗ്യവനായി തീർന്നു എന്നുള്ളതാണ്. ആ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ബ്ലൈൻഡഡ് ബൈ സയൻസ് ബൈ മാത്യു സിൽവർ സ്റ്റോൺ. അതാണ് അദ്ദേഹത്തിന്റെ ഓഥറിന്റെ പേര്. അതാണ് മാത്യു സിൽവർ സ്റ്റോൺ. വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഈ ശാസ്ത്ര ലോകത്തിൽ നടക്കുന്ന പലതും പുറത്തേക്ക് വരുന്നത് അസത്യമായിട്ടാണ്, സത്യമല്ല. പലതും അസത്യമാണ്. ഇതൊരു സംഭവമാണ്. അത് തന്നെയാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. എവറിത്തിങ് ഈസ് എനർജി. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണമാണ് മരുന്ന്.
ഭക്ഷണമാണ് മരുന്ന്. അതിലപ്പുറം ഒരു മരുന്നില്ല. പക്ഷെ ഇന്ന് ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാണ്ട് ഗുളികകൾക്ക് പ്രാധാന്യം കൊടുത്ത് അവശരായി നിത്യരോഗികളാവുന്ന ഒരവസ്ഥ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിതൊക്കെ. ഇവിടെ ക്വാണ്ടം ഫിസിക്സ് പറയുന്നെന്താ, ക്വാണ്ടം തെറാപ്പി പറയുന്നെന്താ, എനർജി, ഹോൾ ഹ്യൂമൻ ബോഡി ഈസ് എനർജി. ഈ കാണുന്ന അല്ല. ഇന്നത്തെ ചികിത്സാ സമ്പ്രദായത്തിലുള്ള പ്രധാനം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഒരു മിഷനായിട്ടാണ്. ഹാർട്ട് ഒരു ഭാഗം, ലിവർ ഒരു ഭാഗം, കണ്ണൊരു ഭാഗം. ബട്ട് എവറിത്തിങ് ഈസ് കോൺഷ്യസ്നസ്. ഇറ്റ് ഓൾ കംസ് ഫ്രം കോൺഷ്യസ്നസ്. ബോധത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരം. അതെല്ലാം മറന്നുകൊണ്ടിട്ടാണ് ചികിത്സ. അതുമാതിരി തന്നെ വേറൊരു ഉദാഹരണം കൂടി പറയാം. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒക്കെ പ്രസ് ജേർണലിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അനോട്ടമി ഓഫ് ഇൽനസ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹത്തിന് ഇതേമാതിരി തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ് റിപ്പോർട്ടറാണ് അദ്ദേഹം. പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്നു. എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി തന്നെ എന്തോ ഒരു ലോ ഫാറ്റിക് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞൊരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ തളർന്ന് പോവുക, ബ്രെയിൻ ഡാമേജ് ആവുക, മസിൽസ് ഒക്കെ വീക്ക് ആവുക, എനിക്ക് നടക്കില്ല, ഇത്ര ദിവസത്തിൽ നിങ്ങൾ മരിക്കും, ഡോക്ടർമാരെ പ്രഖ്യാപിക്കുകയാണ്. 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിക്കില്ല, അത് ഞാൻ മരിക്കും. അദ്ദേഹം തീരുമാനിച്ച് ഞാൻ ഈ ആശുപത്രിയിൽ പോയി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലും കിടക്കണ്ട, ഞാനൊരു ഹോസ്പീസ് എന്നൊരു ഇതുണ്ട്. അവിടെ ഹോസ്പിറ്റലും അല്ല വീടും അല്ല, പക്ഷെ അവിടെ സുഖമായിട്ട് അദ്ദേഹത്തിന് കിടക്കാം, മരിക്കുന്നവരവിടെ താമസിക്കാമെന്ന് വെച്ചാൽ അവിടെ പോയി താമസം തുടങ്ങി. പ്രശ്നമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം വന്ന് പെട്ടെന്ന് അദ്ദേഹം ഒരു തമാശ പൊട്ടിക്കും. ഈ തമാശ കേട്ട ഉടനെ ഈ ബെഡ് റിഡനായിട്ടുള്ള ഈ വ്യക്തി, അദ്ദേഹം നോർമൽ കസിൻസ്, അദ്ദേഹത്തിന്റെ പേരാണ് നോർമൽ കസിൻസ്, പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം എന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റാത്ത കൈവിരലിലൊക്കെ അനങ്ങി തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന സുഹൃത്തും അതിശയം തോന്നി. കാരണം വടി പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്ന ഇദ്ദേഹത്തെ കൈകളൊക്കെ ഇങ്ങനെ ആടി തുടങ്ങി. ഇദ്ദേഹം ചിരിച്ചിരിക്കുമ്പോൾ ഈ കൈകളിൽ കൂടുതൽ അയഞ്ഞു തുടങ്ങി, ചലിച്ചു തുടങ്ങി. അപ്പൊ അതൊരു വലിയൊരു അനുഭവമായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി അന്നും ഈ ഫിലിം ഒന്നുമില്ല, 16mm ഒരു അത് കറങ്ങുന്ന എന്താ പറയണ ഫിലിം ഓടിക്കുന്ന ഒരു യന്ത്രമുണ്ട്, 16mm. അത് കൊണ്ടുവന്ന് വെച്ച് ഇയാൾക്ക് കോമേഡിയൻ ആയിട്ടുള്ള കുറെ ചിത്രങ്ങൾ കാണിച്ചു തുടങ്ങി. ഇയാൾ ഇത് കണ്ടുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് അത്ഭുതം എന്നത് വരട്ടെ, മെഡിക്കൽ സയൻസ് പ്രഖ്യാപിച്ച ഇത്ര നാളുകൾക്കുള്ളിൽ നിങ്ങൾ മരിക്കും എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ ആരോഗ്യവാനായിട്ട് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അന്ന് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ഒരു ബുക്ക് എഴുതി. നോർമൽ കസിൻസ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് അദ്ദേഹം. അമേരിക്കൻ പ്രസിഡന്റുമാരുടെയൊക്കെ പ്രസ് റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം. എഴുതിയത് എന്താണെന്ന് വെച്ചാൽ അനോട്ടമി ഓഫ് ഇൽനസ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വെൽനസിനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ബുക്കുകളൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. ദ ഹോൾ സിസ്റ്റം ഈസ് എനർജിയാണ്. ദ ഹോൾ സിസ്റ്റം, ഈ പ്രപഞ്ചം മുഴുവൻ സിസ്റ്റം. പിന്നീട് ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഒരാശയം ഈ നമ്മുടെ ഭൂമിയിൽ ഉള്ള മിക്കവാറും ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരൊക്കെ പറയാറുള്ളതെന്ന് വെച്ചാൽ മനുഷ്യന് വേണ്ടിയാണ് പ്രപഞ്ചം ഈ ഭൂമിയിലുള്ള മറ്റ് സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. മനുഷ്യൻ ഹ്യൂമൻ സെൻട്രിക് ആണ്. അത് ഹ്യൂമൻ സെൻട്രിലൊക്കെ ആയിട്ടാണ് മറ്റുള്ളവരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മനുഷ്യന് വേണ്ടിയാണെന്നുള്ളതാണ്.
പക്ഷെ യഥാർത്ഥത്തിൽ ഉള്ള സംഭവം എന്താ? ഈ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സൗരയൂഥം എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും മറ്റു ഗ്രഹങ്ങളും ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് എ മൈന്യൂട്ട് പാർട്ടാണ് ഈ പ്രപഞ്ചത്തിൽ. ഈ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് ഈ സൂര്യനും ഈ ഗ്രഹങ്ങളും ഈ ഭൂമിയൊക്കെ. വളരെ ചെറിയ പാർട്ടാണ്. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. വി കനോട്ട് ഈവൻ ഇമാജിൻ എന്താ ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ. അത്രയും പരന്ന് കിടക്കുന്നത് ഒരു ചെറിയ ഒരു ഭാഗമാണ് ഈ സൗരയൂഥം അടങ്ങുന്ന നമ്മുടെ ഭൂമി അടങ്ങുന്ന സ്ഥലം. അതിൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ആ ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ചെറിയ ആ ഭൂമിയിലുള്ള ഒരു ചെറിയ ഭാഗമാണ് ഏഷ്യ ഭൂഖണ്ഡം. അതിലൊരു ചെറിയ ഭാഗമാണ് ഇന്ത്യ. അതിലൊരു ചെറിയ ഭാഗമാണ് കേരളം. ഇവിടെയുള്ള മനുഷ്യരൊക്കെ ധാരണ വെച്ചാൽ നമ്മൾക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയിലുള്ള ചെറിയ ചെറിയ പുഴുക്കൾ എല്ലാം നശിച്ചു എന്ന് ചോദിച്ചു. ഒരു സുപ്രഭാതത്തിൽ ലോകത്തുള്ള മുഴുവൻ പുഴുക്കളും നശിച്ചു. ഒരു സുപ്രഭാതത്തിൽ നശിച്ചു, മരണപ്പെട്ടു. എല്ലാം ഒരാറാഴ്ച കഴിയുമ്പോഴേക്കും ഈ ഭൂമിയിലുള്ള സകല ചെടികളും ഉണങ്ങിപ്പോവും, കരിഞ്ഞുപോവും, നശിച്ചുപോവും. അതിനെ തുടർന്ന് മനുഷ്യരാശി മുഴുവൻ നശിച്ചുപോകും. അതിലും സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ പോലുള്ള ഫംഗസ്, ബാക്ടീരിയ അതുപോലുള്ള സൂക്ഷ്മജീവികളാണ് നശിക്കുന്നതെങ്കിൽ ഒരു വർഷത്തിനകം ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും നശിക്കും, ചെടികളും നശിക്കും, എല്ലാം നശിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരിക്കുന്നു വെച്ചു. ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കാടുകളൊക്കെ വീണ്ടും ഉണ്ടാവും, ചെടികൾ വീണ്ടും ഉണ്ടാവും, ഇവിടെ എല്ലാ വിധത്തിലുള്ള ഗ്രോത്തും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യനാണോ വലുത്? ഈ ജീവജാലങ്ങൾ. എവറിത്തിങ് ഈസ് എനർജി. പക്ഷെ മനുഷ്യൻ ഹ്യൂമൻ കോൺസെൻട്രേറ്റഡ് ചെയ്തിട്ടുള്ള സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞിരിക്കുകയാണ്, പൊളിഞ്ഞു പോകും. എന്തിനാ ഇതൊക്കെ പറഞ്ഞാൽ വെൽനസിന്റെ ഭാഗമാണ്. കാരണം ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഈ ഭാഗമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ആരാണെന്ന് അറിയാണ്ട് വെൽനസ് അറിയാൻ പറ്റില്ല. ഏതായാലും ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നമ്മളിന്ന് കടന്നു പോകുന്നത് ഒരു മഹാമാരി ജനങ്ങളെ മുഴുവൻ, ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു സമയത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി വരാൻ പോകുന്ന ചരിത്രം കൊറോണ-19 മുമ്പുള്ള ചരിത്രവും കൊറോണ-19 ശേഷമുള്ള ചരിത്രവുമാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് കൊറോണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഈ കൊറോണ കാലത്ത് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി. ലോകത്തുമുള്ള മുഴുവൻ ഡോക്ടർമാരും വൈദ്യന്മാരും ഹെൽത്ത് അസിസ്റ്റൻസും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഭരണകൂടങ്ങളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എല്ലാം ഒരേ സ്വരത്തിൽ പറയാൻ തുടങ്ങി, നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കുറയാതെ നോക്കുക. അതുമാത്രമുള്ളൂ ഏക പോംവഴി ഇന്ന് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയോ ഉള്ള രോഗപ്രതിരോധം നഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് ഇപ്പൊ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. സമൂഹം, അത് ലോകം മുഴുവൻ ചിന്തിച്ചു തുടങ്ങി. എങ്ങനെ എന്റെ ഉള്ളിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റും? ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഡോക്ടറുണ്ട്. അതിന്റെ പേരാണ് ഇമ്മ്യൂൺ പവർ, രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ ആയാലും ശരി, വൈറസ് ആയാലും ശരി, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിനെ നേരിട്ട്
അതിനെ നശിപ്പിക്കാനുള്ള ശേഷിയുള്ള ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, സൃഷ്ടിക്കണമെങ്കിൽ എന്റെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടായിരിക്കണം. ഇത് കുറവാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയോ വൈറസോ നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗത്തിന് അടിമയാവും. അപ്പൊ എന്നിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഈ ആന്റിബോഡീസിന് ശക്തിയാണെങ്കിൽ എന്നിലെ രോഗപ്രതിരോധ ശക്തി എന്റെ നേരത്തെ ഉള്ളത് തന്നെ, പുതിയതായിട്ടുള്ളതല്ല. ഞാൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്തുകയോ നഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാനുള്ള മാർഗങ്ങൾ ഞാൻ അവലംബിക്കണം. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രസക്തമായിട്ടുള്ളത്. നമ്മളെയൊക്കെ വി ആർ സപ്പോസ് ടു ജനറ്റിക്കലി പ്രോഗ്രാം ടു ലീവ് 125 years, ഒരു 125 വർഷമെങ്കിലും ജീവിക്കാൻ വേണ്ടി ജനറ്റിക്കലി പ്രോഗ്രാം ചെയ്തിട്ടാണ് നമ്മളെ ഇങ്ങനെ ഭൂമിയിലോട്ട് എത്തിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചശക്തി. ഇവിടെ ഒരു ജിറാഫ് ഈസ് ജനറ്റിക്കലി പ്രോഗ്രാം ടു ലീവ് ഫോർ 25 years. 25 വർഷമുണ്ട് അതിന്റെ ആയുസ്. ജനറ്റിക്കലി പ്രോഗ്രാം ചെയ്ത് 25 വയസ്സ് വരെ വർഷം വരെ അത് ജീവിക്കും. An elephant is supposed to live for 70 years. Genetically programmed to live for 70 years. ഒരു ജിറാഫായാലും ഒരു ആനയായാലും ഏതാണ്ട് ആ വർഷം വരെ അതൊക്കെ ആരോഗ്യത്തോടുകൂടി തന്നെ, കാരണം കാട്ടിലാണ് അവർ ജീവിക്കുന്നത്. ജീവിച്ചുകൊണ്ട് കാട്ടിലെ ഫലങ്ങളും കാട്ടിലെ ഇലകളും കാട്ടിലെ ഭക്ഷണ രീതിയൊക്കെ ആയതുകൊണ്ട് ഏതാണ്ട് വലിയ രോഗമൊന്നുമില്ലാണ്ട് അത് മരിച്ചു പോകുന്നു. ആ സമയമാകുമ്പോൾ മരിക്കുന്നു. പക്ഷെ മനുഷ്യൻ, even though he is genetically programmed to live for 125 years, 125 വർഷം വരെ അവൻ ജീവിക്കാനുള്ള സംവിധാനത്തോടുകൂടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്കും നിത്യരോഗിയാകുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നിവിടെയുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നേരത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞു ഭക്ഷണമാണ് മരുന്നെന്ന് പറഞ്ഞില്ലേ. കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷണം കുറവാണല്ലേ, പോഷകാംശം കുറവാണ്, കുറഞ്ഞു വരുന്നു. ഒന്ന്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ. 2, പെസ്റ്റിസൈഡ്സ്. 3, അത്യുൽപാദന ശേഷി എന്നുള്ള ജനറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള വിത്തുകൾ ഉപയോഗിക്കുന്നു. അതുകൂടാണ്ട് ഇത് കാലങ്ങൾക്ക് അതീതമായിട്ട് നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സിൽ മുക്കുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ വസ്തുക്കളിലൊന്നും തന്നെ പോഷണങ്ങളില്ല, അല്ലെങ്കിൽ പോഷകാംശമില്ല. നമ്മൾ വയർ നിറയ്ക്കാവുന്ന ഒരു സമ്പ്രദായം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു വരാൻ കാരണമാകുന്നു. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ശേഷിയില്ലാണ്ട് വരുന്നു. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ വൈറസിന്റെ അറ്റാക്ക് നേരിടാനുള്ള ശക്തി അവർക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ രോഗികളായിട്ട് മാറുന്നു. ഇവിടെ ഏകമാർഗം നമ്മുടെ ഭക്ഷണത്തിൽ, പണ്ടൊക്കെ ഭക്ഷണത്തിൽ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞു പോഷകാഹാര കുറവ് കൊണ്ട് നിരവധി കുട്ടികൾ മരിച്ചുപോയ ചരിത്രമൊക്കെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ലോകത്ത് മുഴുവൻ ഇപ്പോഴും ഉണ്ട്. അന്ന് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് മാൽന്യൂട്രീഷൻ ഉണ്ടായത്. ഇന്ന് ഭക്ഷണമുണ്ട്, ബട്ട് മാൽന്യൂട്രീഷൻ, പോഷണമില്ല. ഇവിടെയാണ് ഫുഡ് സപ്ലിമെന്റ്സിന്റെ പ്രസക്തി, അല്ലെങ്കിൽ ന്യൂട്രാസിറ്റിക്കൽസിന്റെ പ്രസക്തി. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതായ പോഷണങ്ങളുടെ കുറവ് വരുമ്പോൾ ആ പോഷണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, നികത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെ വേറൊരു ഫോമിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്. ഇത് നമ്മൾ കഴിച്ചിരിക്കണം എന്നുള്ളതൊരു ആവശ്യം. വിദേശ രാജ്യങ്ങളിൽ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ലോ എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഏത് മോഡേൺ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ കഴിക്കുമ്പോഴും അതിന്റെ താഴെ, പ്രിസ്ക്രിപ്ഷന്റെ താഴെ ഏതെങ്കിലും ഫുഡ് സപ്ലിമെന്റ്സ് കഴിച്ചിരിക്കണം എന്ന് അവരെഴുതും പ്രിസ്ക്രിപ്ഷനിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും കഴിക്കാറുമില്ല. പക്ഷെ ഇപ്പോ ഈ കൊറോണ കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം
അല്ലെങ്കിൽ ബോധവൽക്കരണം എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കൊറോണ കാലത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം. ഈ മാനവരാശിയുടെ ഇന്നത്തെ ആരോഗ്യ ശോചനീയ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാൻ വേണ്ടി, അവരുടെ ആരോഗ്യ നിലനിർത്താൻ, ഒരു രോഗപ്രതിരോധ ശക്തി നിലനിർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ വേറെ മാർഗമില്ല എന്ന് തെളിയിച്ച ഒരു കാലമാണ് ഈ കൊറോണ കാലം, ഇപ്പോഴത്തെ കാലം. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ പ്രസക്തി. ഭാഗ്യം കൊണ്ട് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അതും ഇന്ത്യയിലെ ഏറ്റവും നല്ല ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി എന്നുള്ള ദേശീയ അവാർഡ് പലതവണ നമുക്ക് ലഭിച്ചിട്ടുള്ള കമ്പനിയാണ്. നിരവധി ന്യൂട്രാസ്യൂട്ടിക്കൽസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം, 4-5 പ്രോഡക്റ്റുകൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുള്ള എന്തൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മുടെ കൈവശമുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് സ്പൈർലിന, നൂനി, അലോവേറ, അമല, ദെൻ കൊളസ്ട്രം, ഇപ്പൊ സീബക്തോൺ. ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോഷണമില്ലായ്മ കൊണ്ട് വരുന്ന നികത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ അമിനോ ആസിഡ്സും, എസെൻഷ്യൽ അമിനോ ആസിഡ്സും, പ്രോട്ടീനും അയണും എല്ലാം കിട്ടുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. നൂനിയെ കുറിച്ചെടുക്കാം. ഒരു പ്രോഡക്റ്റ് മാത്രം എടുക്കുക. ഈ 5 പ്രോഡക്റ്റിലാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾക്കറിയാല്ല. ഒരു പ്രോഡക്റ്റിനെ പറ്റി നൂനി, മൊറിൻഡ സിട്രിഫോളിയ. എന്താ മൊറിൻഡ സിട്രിഫോളിയ? മൊറിൻഡ സിട്രിഫോളിയ എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ മഞ്ഞനാത്തിപ്പഴം, അല്ലെങ്കിൽ കുറെ കൂടി കൊളോക്കിയലായിട്ട് പറഞ്ഞാൽ കാക്കോത്തിപ്പഴം. കാക്ക പഴുത്തു കഴിഞ്ഞാൽ കാക്ക മാത്രം കൊത്തി തിന്നുന്ന ഒരു ഫലമാണ് ഈ നൂനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ്ട് 10 രാജ്യങ്ങളിലെ 14 യൂണിവേഴ്സിറ്റികളിൽ ഇന്നും തുടർ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന, നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള, ലക്ഷക്കണക്കിന് റിസർച്ച് റിപ്പോർട്ടുള്ള ഒരു ഫലമാണ് ഈ മഞ്ഞനാത്തിപ്പഴം അല്ലെങ്കിൽ നൂനി എന്ന് പറയുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? സെൽസ് റെജുവിനേറ്ററാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ കോടാനുകോടി സെല്ലുകളാണ്. കോടാനുകോടി സെല്ലുകൾ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ലക്ഷക്കണക്കിന് സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 40-45 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലുകളുടെ എണ്ണം കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളുടെ എണ്ണം കുറവും വരും. അപ്പോഴാണ് നമ്മൾ വയസ്സായി എന്ന് പറയുന്നത്. നമ്മുടെ വയസ്സായി എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളുടെ, കോശങ്ങളുടെ എണ്ണം കുറവും നശിക്കുന്നത് കൂടുതലുമാണ്. ഇവിടെയാണ് നോനിയുടെ പ്രസക്തി. നോനിക്ക് ഒരു നൈട്രിക് ഓക്സൈഡ് എന്നുള്ള ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് സെല്ലുകളിൽ വീണ്ടും വീണ്ടും സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അത് സഹായിക്കും. അപ്പൊ എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും സെല്ലുകൾ ഉണ്ടാകുമ്പോൾ ടിഷ്യൂസ് ഫോം ചെയ്യും. ടിഷ്യൂസ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗൻസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യും. ഹാർട്ട്, പാൻക്രിയാസ്, കിഡ്നി, അതുപോലെ ശ്വാസകോശം എല്ലാം. നമ്മുടെ മെറ്റബോളിക് സിസ്റ്റം നേരെയാവും. മെറ്റബോളിക് സിസ്റ്റം നേരെയാവുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നേരെയാവും, ഡൈജസ്റ്റീവ് സിസ്റ്റം നേരെയാവും, സർക്കുലേറ്ററി സിസ്റ്റം നേരെയാവും, ടോട്ടൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. ഇതൊക്കെ നേരെയാവുമ്പോൾ രോഗപ്രതിരോധ ശക്തി നമ്മൾ വർദ്ധിക്കും ഓട്ടോമാറ്റിക്കലായിട്ട്. ഡയറക്റ്റായിട്ട് അതിനുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിലേക്ക് നീര് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചു കളയാൻ ശേഷിയുള്ള ഒരു പ്രത്യേകത്തിൽ എൻസൈമിനകത്തുണ്ട്. പിന്നെയോ ഓർഗാനിക് പെയിൻ കില്ലറാണ്. നമ്മുടെ ശരീരത്തിൽ COX-1 ആൻഡ് COX-2 എന്ന 2 എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശരീരത്തിൽ. COX-1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്, ദോഷമൊന്നുമില്ല. COX-2 അതല്ല, പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ സപ്രസ് ചെയ്യാനുള്ള, അമർച്ച ചെയ്യാനുള്ള ശേഷി ഏതിനുണ്ട്? നോനിക്കുണ്ട്. അപ്പൊ നോനി എന്ന് പറഞ്ഞാൽ ഒന്ന്
ബെസ്റ്റ് ഡീടോക്സിഫയർ ആണ്, സെൽസ് റിജുവിനേറ്റർ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ഓർഗാനിക് പെയിൻ കില്ലറാണ്, അതുമായി തന്നെ ആന്റി ഏജിങ് ആണ്. ഇത്രയധികം ഗുണങ്ങളുള്ള ഈ ഇത് കഴിച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. അതേമാതിരി തന്നെയാണ് സ്പൈർലിന. സ്പൈർലിന എന്ന സാധനത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ വേണ്ട ഓൾമോസ്റ്റ് ഓൾ ദി ന്യൂട്രാസിറ്റി, ഓൾ ദി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ഇൻ അബണ്ടൻസ് അലോങ് വിത്ത് ഫൈബർ. നാരുകളടക്കം പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയേൺ ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അതുമാതിരി തന്നെ നാരുകൾ ഒരുപാടുണ്ട്. ഇത് കേരളത്തിൽ ഇല്ല, കർണാടകത്തിലും തമിഴ്നാട്ടിലും അംഗൻവാടി കുട്ടികൾക്കും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 5 ഗ്രാം സ്പൈർലിന സർക്കാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് കൊടുത്ത ഒരു പഠന റിപ്പോർട്ട്, അതിനെക്കുറിച്ചുള്ള അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് വെച്ചാൽ ഈ സ്പൈർലിന കഴിച്ച കുട്ടികൾക്കൊക്കെ അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചു. അവർക്ക് ജലദോഷം, പനി, ചുമ ഇങ്ങനെയൊന്നും പണ്ടും നിരന്തരം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്നില്ല. പഠിക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിച്ചു തുടങ്ങി. അവര് കായിക മേളകളിലൊക്കെ നല്ലപോലെ പങ്കെടുക്കാൻ തുടങ്ങി. അവരുടെ മൊത്തം ആരോഗ്യം വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചു. അതുമാതിരി തന്നെയാണ് ആമല. വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഡീടോക്സിഫയർ ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് എല്ലാം നമ്മളെ ചെറുക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു സാധനമാണ് വൈറ്റമിൻ സി. ആ വൈറ്റമിൻ സി അമലയിൽ വേണ്ടുവോളം ഉണ്ട്. നെല്ലിക്കയിൽ ഓറഞ്ചിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. അത് കഴിച്ചാൽ മതി. രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. ചുമ, ജലദോഷം, പനിയൊക്കെ നീന്ത സഹായിക്കും. അലോവേറ, കറ്റാർവാഴ, ആമാശയ സംബന്ധമായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഏതിനും സ്കിന്നിനും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ അലോവേറ. അതുമാതിരി തന്നെയാണ് കൊളസ്ട്രോൾ, ഇമ്മ്യൂണോഗ്ലോബിൻ. പശുവിന്റെ പ്രസവിച്ച് 3 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന പാലിൽ നിന്ന് എടുക്കുന്ന ഈ പാൽപ്പൊടി ആണ് ശരിക്കും പറഞ്ഞാൽ. പശുക്കിടാവിന്റെ ആരോഗ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പശു പ്രസവിച്ച് 2 തവണ പോലെ ചപ്പപ്പോഴേക്കും ഇത് പറമ്പ് മുഴുവൻ ഓടി നടക്കും. കാരണം ഗ്രോത്ത് ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അതുമാതിരി തന്നെ അതിന്റെ ഇമ്മ്യൂണോഗ്ലോബിൻ വേണ്ടുവോളം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണോഗ്ലോബിൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ കൊളസ്ട്രോളിന് സാധിക്കും. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ IQ പവർ കൂടും, ഇമ്മ്യൂൺ പവർ കൂടും. ഇതോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് സീ ബക്തോൺ. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും 16,000 അടി മുകളിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണത്. അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, omega-6 ഉണ്ട്, omega-7 ഉണ്ട്, omega-9 ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇത്രയധികം മിനറൽസ് ഉള്ളത്. കാരണം ഏതാണ്ട് 62ഓളം അടി താഴ്ചയ്ക്ക് ആ ചെടിയിൽ നിന്ന്, ഭൂമി നിരപ്പിൽ നിന്ന് താഴെ ഇറങ്ങിച്ചെന്ന് വേരുകൾ 62 അടിയോളം താഴെ പോയി മിനറൽസ് മുഴുവൻ സക്കി എടുക്കുന്ന ഒരു സാധനമാണ്. രാമായണത്തിൽ അതിനെക്കുറിച്ച്, ആ ചെടിയുടെ ഫലത്തിനെ കുറിച്ച് പറഞ്ഞത് മൃതസഞ്ജീവിനി എന്നാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സോൾജേഴ്സും അതുമാതിരി തന്നെ ചങ്കിസ് ഖാന്റെ സോൾജേഴ്സും ഒക്കെ ഇത് ആ സമയത്ത് അവർ ഉപയോഗിച്ചതായിട്ട്, യുദ്ധ സമയത്തൊക്കെ അവരുടെ പട്ടാളക്കാർ ഇത് ഉപയോഗിച്ചതായിട്ട് ചരിത്ര രേഖകളിലുണ്ട്. പിന്നെയോ അസ്ട്രോണട്സിന്, ബഹിരാകാശത്തേക്ക് പോകുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള പോഷണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട് കൊണ്ടുപോകുന്നത് സീ ബക്തോണാണ്. ടോട്ടൽ ഇമ്മ്യൂൺ പവർ, സകല ഓർഗൻസിനെയും സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഓർഗൻസിനെ പ്രവർത്തിപ്പിക്കാൻ ശേഷി കൊടുക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സീ ബക്തോൺ. ഇതാണ് ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആശയത്തിന് പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിരവധി ഉണ്ട്. അതിലൊരു സെക്ടർ മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ, ഈ പ്രത്യേകിച്ച് ഈ പാൻഡമിക് കാലഘട്ടത്തിൽ
നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുന്ന, അവരുടെ ആ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനോ നിലനിർത്താനോ പറ്റാൻ ഉതകുന്ന ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഒരു സേവനം ആണ് ഇതിന്റെ ഒരു ഭാഗത്ത് ഉള്ളതെങ്കിൽ പോലും ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡും കൂടിയുണ്ട്. നമ്മളിതിൽ വരുന്നത് എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണെന്ന ആശയം പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ആരോഗ്യം സമൂഹത്തിന്റെ കൈകളിലാണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവർ കഴിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്കൊരു വരുമാനം കിട്ടാനുള്ള സാധ്യതയും കൂടി ഇതിലുള്ളതുകൊണ്ട് അതൊന്നും കൂടി നേടിയെടുക്കാനുള്ള ഒരു താല്പര്യം മിക്കവാറും ബിസിനസ്സുകാർക്കായാലും എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും സേവന മനസ്കരനായിരിക്കണമെന്നില്ലല്ലോ. ഇതിൽ കൂടി പണം കൂടി സമ്പാദിക്കണം എന്നാകുന്നത്, അതും എത്തിക്കലായിട്ട്, അൺഎത്തിക്കലായിട്ടില്ല, എത്തിക്കലായിട്ട് സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന ഇതാണ്. ഇവിടെ നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് വിന്നിംഗ് ടീം എന്നൊരു ഓർഗനൈസേഷന്റെ പ്ലാറ്റ്ഫോമിലാണ്. വെസ്റ്റീജ് ആണ് ഈ പ്രോഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും എങ്കിൽ പോലും നമ്മളെ ഇതില് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സഹായിക്കുന്നത് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. വെസ്റ്റീജ് എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ വിന്നിംഗ് ടീമുണ്ട്. ഏത് വിദേശ രാജ്യത്ത് പോയാലും അവിടെ വിന്നിംഗ് ടീമിന്റെ പ്രവർത്തനമുണ്ട്. അതുമാതിരി ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും വിന്നിംഗ് ടീമിന്റെ പ്രവർത്തനമുണ്ട്. ഇതിന്റെ മെന്ററായിട്ടുള്ള ചീഫ് മെന്ററായിട്ടുള്ള SP ബറിൽ സാർ, അദ്ദേഹം ഒരു ജീനിയസ് ആണ് ഈ ഫീൽഡിൽ. അതിലൊക്കെ ഉപരി നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വിന്നിംഗ് ടീമിനെ നയിക്കുന്ന ആളുകളുടെ പ്രാഗൽഭ്യമാണ്. ആരൊക്കെ ഇത് നയിക്കുന്നത്? കേരളത്തിൽ നയിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഭരതേട്ടന്റെ വിസ്ഡം, 70 വർഷം അദ്ദേഹത്തിന് ജീവിച്ച് ജീവിതത്തിലെ തിക്താനുഭവങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ പരിചയമുള്ള പല കാര്യങ്ങളും അദ്ദേഹം ഈ ഫീൽഡിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. 20 വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും അറിയപ്പെടുന്ന ദ്രോണാചാര്യർ എന്ന പദവി ആരെങ്കിലും അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് ഭരതേട്ടനുള്ളതാണ്. കാരണം അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത പല അനുഭവങ്ങളും നമ്മുടെ ബിസിനസ്സിലോട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വിജയത്തിലോട്ട് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അപാരമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് ഭരതേട്ടൻ. അദ്ദേഹം സാക്ഷാൽ ദ്രോണാചാര്യർ തന്നെ ഈ ഫീൽഡിൽ. അദ്ദേഹം നയിക്കുന്നതാണ് വിന്നിംഗ് ടീം കേരള ഘടകം. അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണ്? ജ്യോതിഷ് കുമാർ സാർ, അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. സെൻട്രൽ ഗവൺമെന്റിൽ ഗസറ്റഡ് റാങ്കിൽ പ്രവർത്തിച്ച ഒരു സയന്റിസ്റ്റാണ്. സിൽക്ക് ബോർഡിൽ വാഗ്മിയാണ്, മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ്, പല ഭാഷകളും അദ്ദേഹത്തിന് അറിയാം. പല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അദ്ദേഹം ട്രെയിനിങ് പ്രോഗ്രാം നടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള വാഗ്മിത്വവും അറിവും നമ്മൾ ഈ ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ മാസോടെ ആ ഒരു സ്ഥലത്ത് അവിടെ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് ഫാന്റാസ്റ്റിക് ആയിരിക്കും. അപാര കഴിവുള്ള, വാഗ്മിത്വമുള്ള ഒരു ഇന്റർനാഷണൽ, ഞാൻ പല ഇന്റർനാഷണൽ ട്രെയിനിങ്ങിലും ഞാൻ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചിട്ട്. അവിടെ പല ഇന്റർനാഷണൽ ട്രെയിനേഴ്സിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അവരെക്കാൾ കുറച്ചും കൂടി ഉയർന്ന പദവിയിൽ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് ജ്യോതിഷ് കുമാർ സാർ. അദ്ദേഹമാണ് നയിക്കുന്ന ഈ വിന്നിംഗ് ടീമിനെ. അതുപോലെ സുരേഷ് കുമാർ കോതമംഗലം. ഏതൊരു ബിസിനസ്സിനൊരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തിനെ കുറിച്ച്, ആ സിസ്റ്റം നടപ്പിലാക്കേണ്ട രീതിയെക്കുറിച്ച്, ആ സിസ്റ്റം പ്രാക്ടിക്കലൈസ് ചെയ്തു കഴിഞ്ഞാൽ എത്രമാത്രം വിജയിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സിസ്റ്റം മാനാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ സിസ്റ്റം പഠിച്ച ഒരാള് ഇതിൽ വിജയിക്കലല്ലാണ്ട് പരാജയപ്പെടുന്ന സംഭവമില്ല.
അദ്ദേഹം ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. നോയൽ ജോർജ്, അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്. നമുക്ക് വേണ്ടി സർക്കാരിന് മുമ്പിൽ സർക്കാരുമായിട്ട് ഇടപെട്ട് സർക്കാരിന്റെ മുമ്പിൽ നമ്മുടെ നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റു ഓർഗനൈസേഷൻ ട്രേഡ് യൂണിയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥായിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നോയൽ ജോർജ്. അദ്ദേഹം ഇതിന്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. ഇവരൊക്കെയാണ് കേരള വിന്നിംഗ് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഭാഗ്യം ഇത്തരത്തിലുള്ള പ്രഗത്ഭന്മാരെ നയിക്കുന്ന ഒരു വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമാണ് കേരളത്തിലുള്ള പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിന് പുറത്ത് വിന്നിംഗ് ടീമിനുണ്ടോ വെച്ചാൽ വിരളമാണ്. അതുകൊണ്ട് തന്നെ 60% വിജയം ആരാണോ ഇതിനകത്ത് വരുന്നത് അവർ കേരള വിന്നിംഗ് ടീമുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചാൽ 60% അവർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ വെൽനസിനെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വെൽനസ് പാർട്ട് 1, വെൽനസ് പാർട്ട് 2, വെൽനസ് പാർട്ട് 3, വെൽനസ് പാർട്ട് 4 അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെൽനസിനോട് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസിനെ കുറിച്ചും വെൽനസിന്റെ പ്രോഡക്ട്സിനെ കുറിച്ചും പറയേണ്ട ഒരു ആവശ്യകത ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ളതുകൊണ്ടും വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഇത് ചെയ്യുന്നതുകൊണ്ടും അതിനെക്കുറിച്ചും പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വെൽനസും സെക്കൻഡ് പാർട്ട് പ്രോഡക്റ്റും ഓർഗനൈസേഷനും ആക്കി തിരിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഇന്ന് ഒന്നിച്ചു കൂടിയത് തന്നെ ഇത് ഒരു പ്രപഞ്ച ശക്തിയുടെ നിയോഗം പോലെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം വി ആർ എൻഗേജ്ഡ് ഇൻ ദാറ്റ് മച്ച് ഓഫ് എത്തിക്കൽ ബിസിനസ് വിച്ച് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി, എസ്പെഷ്യലി ഇൻ ദിസ് പീരീഡ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാം. അതിനുവേണ്ടി സർവശക്തനായിട്ടുള്ള ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സകല വിധത്തിലുള്ള സമ്പത്തും ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമാറാകട്ടെ, നമ്മൾ വിജയിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അതിന് നേരിടാനുള്ള ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കുറിക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.